രാഹുൽ നിയമസഭയിൽ വരണമോ എന്നാണ് ചോദ്യം. ജിമ്മി, രാഹുൽ മാങ്കൂട്ടത്തിൽ വരണമോ, രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ? രണ്ട് ചോദ്യങ്ങളാണ്. നാളെ രാവിലെ ആകുമ്പോഴേക്കും അതിലൊരു ചിലപ്പോൾ പരിഹാരം ഉണ്ടാവും, ചിലപ്പോൾ രാഹുൽ വീണ്ടും സസ്പെൻസ് നീട്ടും. പക്ഷേ നിയമസഭാ സാമാജികനായിരിക്കുന്നിടത്തോളം കാലം നിയമസഭയിൽ വരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ അവകാശവും ഉണ്ട് എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം MLA ആണ്, ആ സ്ഥാനം രാജിവെച്ചിട്ടില്ല. അപ്പോൾ പാലക്കാടുള്ള അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ ആളുകളോട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിൽ മാത്രമല്ല, സഭയിലെ നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നതിലൂടെ കൂടിയാണ് ഒരു MLAയുടെ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഔദ്യോഗികമായും നിയമപരമായും ഈ കാര്യത്തിൽ സഭയിൽ വരാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നയാൾ ഒരു സംശയത്തിൻ്റെ പുകമറയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ പ്രശ്നം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. മുമ്പ് KM മാണിക്കെതിരെ വളരെ വലിയ അഴിമതി ആരോപണം ഇടതുമുന്നണി ഉന്നയിക്കുമ്പോൾ പോലും KM മാണി MLA സ്ഥാനം രാജിവെക്കണമെന്നോ നിയമസഭയ്ക്കകത്ത് കയറരുതെന്നോ ഇടതുമുന്നണി ആവശ്യപ്പെട്ടിട്ടില്ല. ബജറ്റ് അവതരിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ നിയമസഭയ്ക്കുള്ളിലും ഇതിനു മുമ്പുള്ള നിയമസഭയിലും ഈ സമാനമായ ആരോപണം ഏറ്റിട്ടുള്ള നിരവധി ആളുകളുണ്ട്. മന്ത്രിമാരായവരുണ്ട്, MLA മാരായവരുണ്ട്, ഈ സഭയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി അവരൊക്കെ നിയമസഭയിൽ വരുന്നുണ്ട്. അവരൊക്കെ എന്താണ് കുഴപ്പം എന്ന മട്ടിൽ ജയിലിൽ കിടന്ന കോൺഗ്രസിൻ്റെ MLA മാർ വരെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വലിയ സംശയത്തിൻ്റെ നിഴലിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിനെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഒരു ശബ്ദ സംഭാഷണത്തിൻ്റെ ഭാഗമായി വരുന്നു. അത് ഒരു സ്ത്രീയുമായി അദ്ദേഹം സംസാരിക്കുന്നതാണ്. ആ സംഭാഷണം, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൻ്റെ ഉടമ, അതിനകത്ത് പറയുന്നത് ഗർഭഛിദ്രം നടത്തണം എന്ന് സംബന്ധിച്ചുള്ള നിർബന്ധമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുമെന്നുള്ളതാണ്. ആ ശബ്ദം കേട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ശബ്ദവും കേട്ട ഒരാളെന്ന നിലയിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. കാര്യങ്ങൾ നേർക്കുനേർ പറയണം. നിങ്ങളൊരു ജനപ്രതിനിധിയാണ്. അങ്ങനെയാണെങ്കിൽ താങ്കളുടേത് അല്ലെങ്കിൽ അല്ലെന്ന് പറയുക, ആണെങ്കിൽ ആണെന്ന് പറയുക. താങ്കളുടെ ശബ്ദമാണെങ്കിൽ എന്തായിരുന്നു ഈ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനം? എന്തായിരുന്നു ഈ സംഭവം? ആളുകൾ കരുതുന്നത് നിങ്ങൾ നിർബന്ധിത ഗർഭഛിദ്രം നടത്തി എന്നത് മുതൽ ഒരു സ്ത്രീയെ താങ്കൾ ചതിച്ചു എന്നത് വരെയാണ്. ഇതിൽ സത്യം എന്താണ്? അത് പറയാനുള്ളൊരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇതുവരെ ആ കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. ആ ശബ്ദം എൻ്റേതല്ല എന്ന് പറഞ്ഞിട്ടില്ല, എൻ്റേതാണെന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നത് മറ്റൊരു വ്യക്തിയുമായി സംസാരിച്ചുകൊണ്ട് ഞാൻ വളരെ വലിയ മാനസിക പ്രയാസം അനുഭവിക്കുകയാണ്, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല മുതലായ കാര്യങ്ങളാണ്. അത് ശരിയായിരിക്കും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA എന്ന ജനപ്രതിനിധി പറയേണ്ട നിർണായകമായ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, ഒരു നടി തന്നോട് വളരെ മോശമായി സംസാരിക്കുകയും നേരിട്ട് കാണാതെ പോലും ഒരു ഹോട്ടലിൽ വരാമോ എന്ന് ചോദിച്ചതായും പരസ്യമായ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. ഇതേ മൊഴി ഇപ്പോൾ പോലീസിൽ അവർ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണ്? അങ്ങനെ ഒരു സംഭവമുണ്ടോ? അങ്ങനെ ഒരു ചാറ്റുണ്ടോ? അങ്ങനെ ഒരു ചാറ്റ് ഉണ്ടെങ്കിൽ ആ ചാറ്റ് എന്ത് സാഹചര്യത്തിലാണ് വന്നത്? ഇതിലും അപ്പുറം കാര്യങ്ങളുണ്ട്. ഇതിലും കുഴപ്പങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയിത്തക്ക രീതിയിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതും വനിതാ നേതാക്കൾ, ഇങ്ങനെ ഒരു വ്യക്തി രാഷ്ട്രീയത്തിലേ പാടില്ല എന്ന് പരസ്യമായി പറയുന്നു. കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് MLA മാർക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉള്ളപ്പോഴും ഇങ്ങനെ ഒരു പരസ്യമായ ആരോപണം ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രഡേറ്ററാണ് എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ വളരെ വലിയ ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു. ഒരു ശബ്ദ സംഭാഷണം, ഒരു നടിയുടെ മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള തുറന്നു പറച്ചിൽ, അതിനുശേഷം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ ഇങ്ങനൊരാൾ ഈ രാഷ്ട്രീയത്തിൽ വരികയേ വേണ്ട എന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് മറുപടിയാണ് ഇതിനകത്ത് പറയാനുള്ളത്? ഇങ്ങനെ ഒരു മറുപടി പറയാതെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിയമനിർമ്മാണ സഭയിൽ വന്നിരുന്ന് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പുതിയ നിയമം നിർമ്മിക്കാനായി അദ്ദേഹം അതിൽ പങ്കെടുക്കുമ്പോൾ അതിനകത്ത് ഒരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്തൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. നിങ്ങളൊരു സംശയത്തിൻ്റെ ഇടയിലാണ്. നിങ്ങൾ MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളത് താങ്കളുടെയും താങ്കളുടെ പാർട്ടിയുടെയും കാര്യമാണെന്ന് വേണേൽ വെച്ചോളൂ. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു പ്രീസിഡൻസ് ഇല്ല. ഒരു MLA ഇതുവരെ അങ്ങനെ രാജിവെച്ചിട്ടില്ല. രാജിവെക്കണമെന്നുള്ളത് നിങ്ങളുടെ കാര്യം. പക്ഷേ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്. പ്രത്യേകിച്ച് മുമ്പ് പല സംഭവങ്ങളും പോലെയല്ല. മറ്റുള്ളവർക്കെതിരെയുള്ളത് ഒന്നോ അരയോ ഒക്കെ ആരോപണങ്ങളാണ്. ഇത് ആരോപണങ്ങളുടെ ഒരു മാലയാണ് വന്നുകൊണ്ടിരുന്നത്. എത്ര ദിവസം, എത്ര സംഭവങ്ങൾ, എത്ര പ്രതികരണങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. എന്നിട്ട് വേണം താങ്കൾ നിയമസഭയിലേക്ക് വരാൻ. ആ നിയമസഭയിൽ വരുമ്പോൾ താങ്കളെ ആരും തടയുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് ഈ കാര്യത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യം കൂടി ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പ്രാഥമിക അംഗത്വത്തിൽ സസ്പെൻഡ് ചെയ്തു. അതും കോൺഗ്രസ് പാർട്ടി ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. കേരളത്തിൽ മറ്റേതെങ്കിലും പാർട്ടിയും ഇത്രയും ചെയ്തിട്ടില്ല. അപ്പോൾ കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു പുതിയ മാതൃക കാണിക്കുക കൂടി ചെയ്തു.
അദ്ദേഹത്തെ പുറത്താക്കണമെന്നായിരുന്നു പാർട്ടിക്കകത്തുള്ള അഭിപ്രായം. അത് വേറെ കാര്യം. പക്ഷേ ഇത്രയും വരെ ചെയ്തു. അങ്ങനെയുള്ള ഒരു പാർട്ടി ഈ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ആ പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്നതായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനുള്ള വരവ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, ഈ നിയമസഭാ സമ്മേളനത്തിൽ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരുപാട് ആയുധങ്ങൾ ആപനാഴിയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. നാളെ സഭ അനുശോചന പ്രമേയം പാസാക്കി പിരിയും. അതിനടുത്ത ദിവസം മുതൽ വളരെ ശക്തമായ ആരോപണങ്ങളുമായി പ്രതിപക്ഷം വരുമ്പോൾ CPM കാത്തിരിക്കുകയാണ് രാഹുലിൻ്റെ വരവ്. ഇതാ നോക്കൂ, അവിടെ ആരാണ് ഇരിക്കുന്നത്? നിങ്ങളുടെ കൂടെ എന്താ ഇരിക്കാത്ത? അദ്ദേഹത്തിന് എന്താ പ്രശ്നം? അദ്ദേഹത്തെ എന്താ മാറ്റി നിർത്തിയിരിക്കുന്നത്? പ്രതിപക്ഷം അത് ആദ്യം അതിന് ഉത്തരം പറയൂ. എന്താ ഇയാളെ പുറത്താക്കാത്തത്? നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇയാളെ സസ്പെൻഡ് അല്ലേ ചെയ്തുള്ളൂ, എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? ഇനി അല്ലെങ്കിൽ സസ്പെൻഷൻ എന്താണ് മുതലായ കാര്യങ്ങളും വരും. അപ്പോൾ പ്രതിപക്ഷം ശരിക്കും വേർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നാൽ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇത് രണ്ടും രാഹുലിൻ്റെ ധാർമ്മികതയ്ക്ക് മാത്രം വിടേണ്ട കാര്യമാണ്. പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. സീസറുടെ ഭാര്യയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കഥയുണ്ടല്ലോ. സീസറുടെ ഭാര്യയും സീസറിൻ്റെ ഭാര്യയും സംശയങ്ങൾക്ക് അതീതമാണ്. ഇവിടെ സംശയങ്ങൾക്ക് അതീതമെന്നാവണ്ട, കോടതി തെളിയിക്കട്ടെ. പക്ഷേ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ സൈബർ പോര് നടത്തി മറുപടി പറയുകയല്ല വേണ്ടത്. നേരിട്ടൊന്ന് സംസാരിക്കുക. സംസാരിച്ചതിന് ശേഷം നിയമനിർമ്മാണ സഭയിലേക്ക് വരിക. അതാണ് മര്യാദ. Meet the editors.